നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K മുരളീധരൻ. സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി. RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തത് ഗുണകരമാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും ചെന്നിത്തല. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. റോഡ് തകർന്നത് പൈപ്പ് ലൈൻ പ്രവൃത്തിക്കു ശേഷം. ഗുരുവായൂർ ടൗൺ ഹാളിലെ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം. നടപടി CPM നേതൃത്വത്തിലുള്ള സംഘടനയ്ക്ക് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നതിൽ നഗരസഭാ സെക്രട്ടറി എതിർപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീ ശക്തിക്കുള്ള അംഗീകാരമാണ് സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ ബസ് യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ KSRTC ഡിപ്പോയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 80% വരുന്ന സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ഒരുക്കുന്നതെങ്കിലും അടുത്ത ഘട്ടമായി മറ്റു ബസ്സുകളിലും സൗജന്യ യാത്ര സൗകര്യം വ്യാപിപ്പിക്കും. അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം യാത്ര ആരംഭിച്ച തൃശൂർ പാലക്കാട് ടൗൺ ടു ടൗൺ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീ യാത്രക്കാർക്കൊപ്പം മന്ത്രിയും സംഘവും തൃശൂർ തെക്കേ ഗോപുരനട വരെ യാത്ര ചെയ്തു. പഠനകാലത്താണ് താൻ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നതെന്നും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്നും മന്ത്രി ബസ് യാത്രയ്ക്ക് ശേഷം പറഞ്ഞു. സ്ത്രീകളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത മന്ത്രി അടക്കം 30ഓളം പുരുഷന്മാർക്കുള്ള ടിക്കറ്റിന്റെ പണം MLA രാജൻ ജെ പല്ലൻ കണ്ടക്ടർക്ക് നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ADO TA ഉബൈദ്, DIG T നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു. നിലവിൽ തൃശൂർ ഡിപ്പോയിൽ നിന്ന് 20 ഓർഡിനറി ബസ്സുകളാണ് സ്ത്രീ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ KSRTC ബസ് സ്റ്റേഷനിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. VD സതീശൻ സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ച VD സതീശൻ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതിനാൽ ഇത് വഞ്ചനാ ദിനമാണ്. വാഗ്ദാനങ്ങൾ നൽകി വോട്ട് നേടി അധികാരത്തിലേറിയപ്പോൾ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന ആ പേര് പോലെ തന്നെ പദ്ധതിയും വ്യാജമാണെന്ന് തെളിഞ്ഞതായി അനീഷ് കുമാർ പറഞ്ഞു. മധുരമായിട്ടുള്ള എന്തൊരു വാഗ്ദാനമായിരുന്നു. KSRTC ബസ്സുകളിൽ മുഴുവൻ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നൽകാനുള്ള ബാധ്യത ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു പറ്റിക്കലല്ലാതെ മറ്റെന്താണ്? എന്നല്ല, ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി, ആ ഗാന്ധി തന്നെ വ്യാജാണ്. ആ പേരാണ് ഈ പദ്ധതിക്ക് ഇട്ടിട്ടുള്ളത്. ആ പേര് പോലെ തന്നെ വ്യാജമാണ് നിങ്ങൾ നടപ്പാക്കിയ ഈ പദ്ധതി. ചക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു കൊടുത്തിട്ട് വലിയ സംഭവമായി പറയുന്നു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, കോർപ്പറേഷൻ കൗൺസിലർമാരായ രഘുനാഥ് C മേനോൻ, പത്മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.
UDF പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ 5ാം വർഷത്തിലേക്ക് മാറ്റിവെക്കാതെ സർക്കാരിന്റെ ആദ്യ മാസത്തിനുള്ളിൽ നടപ്പാക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം മാളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ ലാഭത്തിലാക്കാൻ ചില പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. നിർത്തലാക്കിയ ചില ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി വിദ്യാർത്ഥികൾക്കൊപ്പം മാള കാർമൽ കോളേജ് വരെ യാത്ര ചെയ്തു. ആദ്യ സൗജന്യ യാത്രാ ടിക്കറ്റ് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവന് മന്ത്രി കൈമാറി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിൽവി സേവ്യർ, റോസ്ലി ഫ്രാൻസിസ്, സുനിത സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഏറ്റവും ആദ്യം തന്നെയാണ് ആ വാഗ്ദാനം നടപ്പിലാക്കേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ വി ഡി സതീശൻ സർക്കാർ, കേരളത്തിലെ UDF സർക്കാർ ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നത്. പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഇതോടുകൂടി KSRTC എന്ന സംവിധാനം ആകെ തകർന്നു പോകും. പൊതുവെ നഷ്ടത്തിലും ലാഭത്തിലുമല്ലാത്ത KSRTC എന്ന ഒരു നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗം പടരാതിരിക്കാൻ സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ ചാർജ് ഷീറ്റ് സമർപ്പിച്ച ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികളിൽ ഇടപെടുകയുള്ളൂ. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിയമിച്ചുകൊണ്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർക്കുലറിനെയും മന്ത്രി വിമർശിച്ചു. ഈ ഉത്തരവ് നടപ്പാക്കരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരുടെ നടപടി ശരിയായില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ സംഭവമാണ്. മറ്റു ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലൊക്കെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഷിഗല്ല ബാധിച്ച് മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 12-നാണ് കുട്ടിയെ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വടക്കാഞ്ചേരിയിലും 2 കുട്ടികൾക്ക് ഷിഗല്ല ബാധിച്ചിരുന്നു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമായിരുന്നു രോഗബാധ. ഇരുവരും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തത് ഗുണകരമായ ഒന്നല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായ വൈസ് ചാൻസലർമാർ ഇത്തരം പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല. അതിന്റെ ആവശ്യമില്ല. ഇത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നു. സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ട പൂർണ്ണതോതിൽ ഫലപ്രദമാകാൻ പൊതുജന പങ്കാളിത്തവും പിന്തുണയും കൂടിയേ തീരൂ. അത് പോലീസ് മാത്രമല്ല, പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ആ പരിപാടി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അതേസമയം ലഹരി കേസുമായി ബന്ധപ്പെട്ടയാൾ തന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഉണ്ടെന്ന ആരോപണം തള്ളിയ മന്ത്രി അത്തരത്തിലുള്ള ഒരാളും സ്റ്റാഫായി ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി. സ്റ്റാഫിൽ അങ്ങനെ ഈ ഇത്തരം കേസുകളിൽപ്പെട്ട ഒരാളും ഉണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ M പത്മകുമാർ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ അക്കാര്യം SIT അന്വേഷിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 90 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT പരിശോധിക്കാവുന്നതാണ്. TCV തൃശൂർ. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. പൈപ്പ് ലൈൻ പ്രവൃത്തിക്ക് ശേഷമാണ് റോഡ് തകർന്ന നിലയിലായത്. ചളിങ്ങാട് റോഡിലൂടെയുള്ള യാത്ര ദിവസേന കൂടുതൽ ദുഷ്കരമാവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഏകദേശം 1 മാസം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം കുഴിച്ചെടുത്ത് പിന്നീട് മണ്ണിട്ട് മൂടിയിരുന്നു. എന്നാൽ തുടർച്ചയായി പെയ്ത മഴയിൽ മൂടിയ ഭാഗത്ത് മണ്ണൊലിച്ചു പോവുകയും റോഡ് ചെളിക്കുണ്ടായി മാറുകയും ചെയ്തു. ചളിങ്ങാട് പള്ളിക്ക് മുന്നിലെ ഏകദേശം 250 മീറ്റർ ദൂരത്തിലുള്ള ഭാഗത്താണ് ദുരവസ്ഥ. മഴവെള്ളം കെട്ടിനിൽക്കുകയും റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തതോടെ റോഡിന്റെ പല ഭാഗങ്ങളും കാന പോലെയുള്ള ആഴത്തിലുള്ള കുഴികളായി മാറിയിരിക്കുകയാണ്.
ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനയാത്ര അപകട ഭീഷണിയിലാണ്. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കയ്പമംഗലം. ഗുരുവായൂർ ടൗൺ ഹാളിലെ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം. ഇത് സംബന്ധിച്ച ഉത്തരവ് നഗരസഭയ്ക്ക് ലഭിച്ചു. ടൗൺ ഹാൾ സൌജന്യമായി അനുവദിക്കുന്നത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി നേരത്തെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. CPM നേതാക്കൾ നേതൃത്വം നൽകുന്ന GSA എന്ന സംഘടനയുടെ സഹകരണത്തോടെ പ്രദർശനം നടത്താനാണ് നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ GSAക്ക് 45 ദിവസം ടൗൺ ഹാൾ സൌജന്യമായി നൽകുന്നത് നഗരസഭയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കുമെന്ന് സെക്രട്ടറി നിലപാടെടുത്തു. ഇതേ തുടർന്ന് 2 CPM കൌൺസിലർമാർ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ലോകകപ്പ് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഇറങ്ങുന്നു. കേപ്പ് വെർദെയുമായാണ് മത്സരം. ബെൽജിയം, ഈജിപ്ത്, ഉറുഗ്വായ്, സൗദി അറേബ്യ, ഇറാൻ, ന്യൂസിലാൻഡ് രാജ്യങ്ങളും ഇന്ന് ഏറ്റുമുട്ടും. പോർക്കുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി മരിച്ചു. കുന്നംകുളം പാലസ് റോഡിലെ ഗോൾഡൻ അക്വേറിയം ഉടമ 48 വയസ്സുള്ള ജെബി പി ജോണാണ് മരിച്ചത്. ഈ മാസം 5-ന് വീട്ടിൽ നിന്നും കുന്നംകുളത്തുള്ള കടയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബി സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിയൂരിൽ പാൽവണ്ടിയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല. ഇന്ന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് അണിനിരക്കേണ്ട സന്ദർഭമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ഗോൾ കിക്ക് തൃശൂർ തെക്കേ ഗോപുര നടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ രാസലഹരി വ്യാപകമാവുകയാണ്. പുതുതലമുറയെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമമാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വേരറുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കമ്മീഷണർ നകുൽ R. ദേശ്മുഖ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ TV അച്യുതവാര്യർ PV അയ്യപ്പൻ സ്മാരക അവാർഡുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിതരണം ചെയ്തു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി സംബന്ധമായ റിപ്പോർട്ടിന് ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ സയൻസൺ, ദൃശ്യമാധ്യമത്തിലെ പരിസ്ഥിതി റിപ്പോർട്ടിന് മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അച്യുതവാര്യർ പുരസ്കാരവും അമൃത TV ക്യാമറമാനായിരുന്ന PV അയ്യപ്പന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വീഡിയോഗ്രാഫി പുരസ്കാരം മീഡിയ വൺ സീനിയർ ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനും സമ്മാനിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ ചരിത്രം സംബന്ധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ CA കൃഷ്ണൻ രചിച്ച വൃത്താന്തവൃത്തം എന്ന പുസ്തകവും രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ C. അച്യുതവാര്യർ സ്മാരക പ്രഭാഷണവും PP സലീം അയ്യപ്പൻ അനുസ്മരണവും നടത്തി. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസ് റോഡിലൂടെ ബസ്സുകൾ ഓടിക്കണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലത്ത് CPI സമരം. ദേശീയപാതയിലെ മേൽപ്പാലം പ്രവർത്തനക്ഷമമായതിനു പിന്നാലെ കയ്പമംഗലം പഞ്ചായത്തിന്റെ തെക്കൻ മേഖലകളിൽ നിന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഒഴിവാക്കി മേൽപ്പാലം വഴിയുള്ള സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പനമ്പിക്കുന്ന് ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ മേൽപ്പാലം വഴി കടന്നു പോകുന്നത് മൂലം സർവീസ് റോഡിന് ചേർന്ന പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് ബസ്സുകളിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഏറെ പ്രയാസം നേരിടേണ്ടി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങി നിത്യേന പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും CPI ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകൾ തടഞ്ഞ് സർവീസ് റോഡ് വഴി തിരിച്ചുവിടുകയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് RTOയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു.
സർവീസ് റോഡിലെ കുഴികളും തകർച്ചകളും പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ ER ജോഷി, MD സുരേഷ്, PK റഹീം, നജീറ നൂർദീൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, കയ്പമംഗലം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആഭ്യന്തരമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് DCC ഓഫീസിൽ സ്വീകരണം നൽകി. രമേശ് ചെന്നിത്തലയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. രാജൻ ജെ പല്ലൻ MLA, മുൻ DCC പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1800 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഒരു പവന് 1,11,120 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന് 225 രൂപ കൂടി ഗ്രാമിന് 13,890 രൂപയുമായി. BMS തൃശൂർ ശക്തൻ ഉപമേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ ജോയിന്റ് സെക്രട്ടറി അരുൺ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ, NT രാജീവ് എന്നിവർ സംസാരിച്ചു. സുശ്രുത സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് സൗജന്യ ഡയബറ്റിക് ഫുഡ് കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന പരിപാടി സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ MV രാമൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആന്റോ ഫ്രാൻസിസ്, ഡോക്ടർ മെൽവിൻ തമ്പി, ഡോക്ടർ VG അനിൽജിത്ത്, ഡോക്ടർ ഗോപിക ചിത്, ഡോക്ടർ ക്രിസ്റ്റഫർ അഗസ്റ്റിൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാലുകളുടെ സംരക്ഷണത്തിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനായി രോഗികൾക്ക് അവബോധം നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. തൃശൂരിലെ വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ രോഗികൾക്ക് ഡയബറ്റിക് ഓർത്തോ കസ്റ്റമൈസ്ഡ് ചെരുപ്പുകൾ നൽകി. ഇന്ധനവില വർധനവിനെതിരെ CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KP ജോയ്സൺ അധ്യക്ഷനായി. NJ ബിനോയ്, MS സിദ്ധൻ, PT ദേവസി, GG ആന്റോ, K രാമചന്ദ്രൻ, PC അബാൽമണി, KO വിൻസൻ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, KA അസീസ്, സുഗു K ഇട്ടേച്ചൻ, TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ഭാര്യയെ മർദ്ദിച്ച കേസിൽ BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് CPM ഏരിയ കമ്മിറ്റി മാളയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ്, TK സതീശൻ, CS രഘു, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ട്രഷറർ PD ഉമേഷ്, നേതാക്കളായ MK അശോകൻ, സന്തോഷ് പാറളം, MK മോഹൻ, PK വിനോദ്, ഷീജ വത്സൻ എന്നിവർ സംസാരിച്ചു. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പല പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞതായും ജനപ്രിയമായ പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, കൌൺസിലർമാരായ പ്രവീൺസ് ഞാറ്റുവേട്ടി, ബിന്ദു വിനയൻ, റോണി പോൾ മാവേലി തുടങ്ങിയവരും സംസാരിച്ചു.
സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന് മഹിളാ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കമ്മിറ്റി അഭിവാദ്യമർപ്പിച്ചു. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KR രാധിക, മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസൻ, സജിത സുനീഷ്, ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ്സിന് സ്വീകരണം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷീല വിപനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾ, രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രവീൺ M കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി ബസ്സിന് ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൻമാവ് സെന്ററിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PM തഹീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ VP അലി, ദുൽഹാൻ സുബൈർ, ശശികല കല്ലായിൽ, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുടെ മണലൂർ മണ്ഡലം തല ഉദ്ഘാടനം മുല്ലശ്ശേരിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി റോയ്, അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു. KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് അഭിവാദ്യമർപ്പിച്ച് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് കുന്നംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കവിത പ്രേംരാജ്, മിഷ സെബാസ്റ്റ്യൻ, അനീന, സത്യഭാമ എന്നിവർ ആദ്യ യാത്രയിൽ പങ്കാളികളായി. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര സ്വകാര്യ ബസ് സർവീസ് മേഖലയെ തകർക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. പുതിയ സർക്കാരിന്റെ നയം സ്വകാര്യ ബസ് സർവീസിനെ ബാധിക്കുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഒറ്റപ്പാലം തിരുവല്ലോമല മേഖലാ സെക്രട്ടറി സുനിൽ റഹ്മാൻ പറഞ്ഞു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സർക്കാർ തങ്ങൾ ഉന്നയിച്ച പാക്കേജും അംഗീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പുതുക്കാട് ഡിപ്പോയിൽ പ്രിയദർശിനി ബസ്സിന് സ്വീകരണം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, അളഗപ്പ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം മിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റെജി ജോർജ്, പുതുക്കാട് ഡിപ്പോ ഇൻചാർജ് EP മനോജ് എന്നിവർ പങ്കെടുത്തു. പ്രിയദർശിനി സൗജന്യ യാത്ര പ്രാദേശിക ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. മന്ത്രി OJ ജനീഷ് ആദ്യ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൌൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ചു. KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ P ദിലീപ് കുമാർ, DYSP പ്രമോദ്, PJ ജോൺ മിൽട്ടൺ, MK കൃഷ്ണകുമാർ, AK മീന, ES സാബു, KP സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഈ നാട്ടിലെ പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. തൃശൂർ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനോടനുബന്ധിച്ചുള്ള കൌണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം പടിഞ്ഞാറെ ഗോപുരത്തിനോട് ചേർന്ന് ആരംഭിച്ച കൌണ്ടർ ഉദ്ഘാടനത്തിന് ദേവസ്വം ബോർഡ് ജീവനക്കാർ, ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. ജൂലൈ 17 ഈ വർഷത്തെ ആനയൂട്ട്. പാവറട്ടിയിൽ വ്യാപാരികൾ നിർമ്മിച്ചു നൽകിയ പുതിയ ബസ് ഷെൽട്ടർ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്ററിൽ ഇനി മുതൽ വൺ വേ സമ്പ്രദായം മുഴുവൻ സമയവും നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. നേരത്തെ തിരക്കുള്ള സമയങ്ങളിൽ മാത്രം നടപ്പിലാക്കിയ വൺ വേ സംവിധാനം വിജയകരമായതിനാലാണ് മുഴുവൻ സമയവും നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വൺ വേ തെറ്റിക്കുന്നവർക്ക് ഇനി മുതൽ പോലീസ് പിഴ ഈടാക്കും. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകുകയും വൺ വേ സമ്പ്രദായം നടപ്പിലാക്കാൻ സഹകരിക്കുകയും ചെയ്ത പാവറട്ടി മർച്ചന്റ് അസോസിയേഷനുള്ള ആദരവ് പ്രസിഡന്റ് VG സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, ജനപ്രതിനിധികളായ ഉമ്മർ സലീം, VJ വർഗീസ്, സുഹ്റാബി ഹമീദ് എന്നിവർ സംസാരിച്ചു.
മരുതയൂരിൽ ഗ്രാമീണ കൂട്ടായ്മയിൽ സംഗീത സഭയ്ക്ക് തുടക്കം. മരുതയൂർ ക്ഷേത്രനടയിൽ മനോജ് വടാശ്ശേരിയും ഭാര്യയും ചേർന്ന് നടത്തുന്ന വി സ്റ്റാർ ടീ ഷോപ്പിലാണ് സംഗീത സഭ നടത്തുന്നത്. സംഗീത അഭിരുചിയുള്ള ആർക്കും ഇവിടെ വന്ന് പാട്ടുപാടാം. സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മനോഹർ പാവറട്ടിയുടെ ആശയം ഗ്രാമം ഏറ്റെടുക്കുകയായിരുന്നു. യവനിക കലാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സംഗീത സഭ അഭിഭാഷകനും കലാകാരനുമായ സുജിത് അയനിപ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. യവനിക രക്ഷാധികാരി മനോഹർ പാവറട്ടി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജീവ്, കെ സി ഖാദർമോൻ, ജോസൻ പാവറട്ടി എന്നിവർ സംസാരിച്ചു. SFI മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് മേച്ചേരിപ്പടി ശങ്കരനാരായണ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രാഗിണി, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അതുൽ കൃഷ്ണ, ഏരിയ സെക്രട്ടറി PS അസൽ, PB അഭിനന്ദ്, MH അഭിഷേക് എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അടാട്ട് പഞ്ചായത്ത് സമ്മേളനം മുതുവറയിൽ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആറ്റൂർ അധ്യക്ഷത വഹിച്ചു. PD ഡേവിഡ്, സതീശൻ, അഭിശങ്കർ, ഷാജു എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി ആരംഭിച്ചു. വാർഡ് മെമ്പർ ഫാൻസി സുബിരാജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സജീന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസി തോമസ്, DG ജോസഫ്, ജിനി പോൾ എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി പഠന കേന്ദ്രം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭോത്സവം നടത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി പഠന കേന്ദ്രം നിയോജക മണ്ഡലം ചെയർമാൻ റാഷിദ് ഇളവള്ളി അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബെർട്ടിൻ ചെറുവത്തൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജെറോം ബാബു, അജിത് പ്രസാദ്, വിചാർ വിഭാഗ് ബ്ലോക്ക് ചെയർമാൻ ജോഷി കൊമ്പൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിർത്തലാക്കിയ KSRTCയുടെ ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രണ വിധേയമായെന്ന് മന്ത്രി K മുരളീധരൻ. സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി. RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തത് ഗുണകരമാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും ചെന്നിത്തല. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതം. റോഡ് തകർന്നത് പൈപ്പ് ലൈൻ പ്രവർത്തിക്കു ശേഷം. ഗുരുവായൂർ ടൗൺ ഹാളിലെ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം. നടപടി CPM നിയന്ത്രണത്തിലുള്ള സംഘടനയ്ക്ക് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നതിൽ നഗരസഭാ സെക്രട്ടറി എതിർപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.